ഇങ്ങനെ 2 ലെയർ ആക്കുമ്പോൾ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. ഹായ് ഫ്രണ്ട്സ്, മാപ്പ് ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമുന ജലാൽ, തവനൂർ. കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ ഹാൻഡ് എംബ്രോയിഡിങ് സ്റ്റിച്ചസ് ചെയ്തു അല്ലേ, കുറച്ച് ടൈലറിങ് ക്ലാസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ടൈലറിങ് ക്ലാസ് തന്നെ ചെയ്യാൻ പോകണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എങ്കിലും നമ്മൾ ബോഡി പാർട്ട്, അതായത് നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് ആവണം അല്ലേ, നെക്ക് ക്ലിയർ ആവണം എന്നൊക്കെയുള്ള ഷോൾഡർ, ആം ഹോള് അങ്ങനെയൊക്കെയുള്ള ഓരോ ഭാഗങ്ങൾ ആണ് നമുക്ക് കറക്റ്റ് ആവേണ്ടത്. അപ്പോൾ അത് എങ്ങനെ അളവെടുക്കണം, എങ്ങനെ കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആ ഒരു ഭാഗം കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇതാ കണ്ടല്ലോ, നെക്ക്, ആം ഹോള്, ഷോൾഡർ, ചെസ്റ്റ് അല്ലേ, നമ്മളെ ശരീരത്തിന് മോൾ ഭാഗം. ഇതാണ് എല്ലാവർക്കും പ്രയാസം, ഷേപ്പ് ആവുന്നില്ല അല്ലേ. അപ്പം ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് അളവെടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ പഠിക്കണം. ആ ഒരു ഭാഗം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ആ ഒരൊറ്റ ഭാഗം ഉണ്ടാക്കി പഠിപ്പിക്കാനുള്ളൊരു കാരണം ഇത് നമ്മളൊരു ടോപ്പിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ടുള്ളൊരു പീസാണ് അല്ലേ. ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ടോപ്പിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗം ആണ് ഈ ഒരാവശ്യം. ഈ ടോപ്പിൻ്റെ ഇത്രയും ഭാഗം വരെ അളവെടുക്കുന്നത് ഈ ഒരു പാർട്ട് പഠിക്കുന്നതിലൂടെ ശരിയാവും. പിന്നെ അതേപോലെ തന്നെ അംബ്രല്ല കട്ടിങ് ഫ്രോക്ക് ആണെങ്കിൽ നമ്മളൊരു ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് അംബ്രല്ല കട്ടിങ് രീതിയിൽ ഇങ്ങനെ വെച്ചാൽ ഫ്രോക്കിനും അതേപോലെ തന്നെ ഷെമ്മിക്കും ഇതുണ്ടോ. ഇപ്പോൾ ചുരുക്കുടുപ്പാണെങ്കിലും ഞൊറിവ് വിട്ടതാണെങ്കിലും നെറ്റ് കൊണ്ടോ പല രീതിയിൽ നമ്മൾ അടിക്ക് സ്കേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബോഡി പാർട്ടായിട്ട് വരുന്ന ഒരേ ഒരു പീസ് കണ്ടല്ലേ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയാൻ കാരണം എല്ലാവർക്കും കറക്റ്റ് ആവാത്തൊരു സംഭവമാണത്. അളവെടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു ഫ്ലഷ് ഫിഗറിൽ നിന്നാണ് കേട്ടോ. നോർമൽ പാൻറ്റിൽ നമ്മൾ മോളെ ശരീരത്തിൽ നിന്ന് എടുത്ത് കാണിച്ചിരുന്നു. അതിന് കോപ്പാറ്റ് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. ശരിക്കും എനിക്ക് അറിയാത്തതുകൊണ്ട് ഇതിൽ ഞാൻ മോളെ അളവിൽ കാണിക്കണില്ല. ഈ ഒരു ഫിഗർ വരച്ചതിന് ഞാൻ എങ്ങനെ അളവെടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അന്ന് നമ്മൾ വരച്ചിട്ടുള്ളൊരു ഫ്രഷ് ഫിഗറാണല്ലോ ഇത്. അപ്പോൾ ആ ഫിഗറിൽ നമ്മൾ ബോട്ടം ചെയ്തപ്പം പാൻറ്റ് ചെയ്തപ്പം നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് വരെയുള്ള അളവെടുത്തിട്ട് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ടൈലറിങ് ഒക്കെ അറിയാത്തവർക്കാണെങ്കിലും അങ്ങനെ അളവെടുക്കേണ്ടതെന്ന് അറിയാത്തവർക്കാണെങ്കിലൊക്കെ ഫസ്റ്റ് മുതലേ കണ്ടാൽ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മളിത് നോക്കാം. ഇത് നമ്മളിങ്ങനെ ഒരു ഫിഗർ ആകുമ്പോൾ തന്നെ ശരിയാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഇങ്ങനെ ഓൾറെഡി റൗണ്ടിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഈ ഒരു ഇത് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ വരെയുള്ള അളവാണ് കേട്ടോ എടുക്കുക. ഇങ്ങനെ കഴിഞ്ഞ് പോകുന്ന ആ ഒരു ഇറക്കത്തിൽ എടുക്കരുത്. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകും. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ. അത് നമ്മൾ സെൻറ്റിമീറ്ററിൽ ചെയ്യുകയാണെങ്കിൽ ഇതാ കണ്ടോ, മൊത്തത്തിലൊരു 7 ഇഞ്ച് ഷോൾഡർ ഉണ്ട് ഈ ഒരു കുട്ടി. ചെറിയൊരു കുട്ടികളെ ഷോൾഡർ ഉണ്ടാവുള്ളൂ, മുതിർന്നവർ 14, 16 ഈ ഒരു അളവിൽ പോകട്ടോ. അപ്പോൾ ഇത്രയും ഇവിടുന്ന് തൊട്ടിട്ട് ബാക്ക് വശം നമ്മളിങ്ങനെ ഇവിടെ വരെയുള്ള ഒരു അളവിലാണ് ഷോൾഡർ എടുക്കുക. പിന്നെ നമ്മൾ ലെങ്ത്ത്, ഇപ്പം നമ്മൾ ചെയ്യണത് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഈ ഷേപ്പ് വരെയുള്ള ഒരു പാർട്ട് മാത്രമാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോ ഉടുപ്പിലായിട്ടും ചുരിദാറിലോ ടോപ്പിലോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ളൊരു ഇറക്കം എടുക്കണം അല്ലേ. അതായത് നമ്മൾ ഷേപ്പായിട്ടുണ്ട് വരുന്ന ആ ഒരു ഭാഗം വരെയുള്ള ഇറക്കം. നമ്മൾ ബ്രസ്റ്റ് മുതിർന്നവരാണെങ്കിൽ ബ്രസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ 13, 14 അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടിയ 15 വരെയൊക്കെ മുതിർന്ന ആൾക്കാരുടെ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ 7, 8, 9 ആ ഒരു പാർട്ടിലാണ് വരിക. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ചുരിദാറിൻ്റെ നെക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഈ ഷേപ്പ് വരെയുള്ള ഇറക്കം നോക്കുക. അത് എത്രയാണോ അതൊക്കെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടി വരണം. അപ്പോൾ 8 ആണെങ്കിൽ 9.5 ഇഞ്ച് അല്ലേ. ഇത് നമ്മൾ എത്രയാണോ, ഇപ്പോൾ 14 ആണ് മുതിർന്നത്, 8 ആണ് കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, 8 ആണെങ്കിൽ
ഷോൾഡർ 8 എന്നുള്ളതിനെ പകുതിയാക്കണം. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെറിയൊരു കുട്ടീൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരളവാണ് കേട്ടത്. ഫുൾ ലെങ്ത്ത്, അതായത് വേസ്റ്റ് ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഷേപ്പ് വരെയുള്ള ഇറക്കം 8 ഇഞ്ച്. ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സറി കുട്ടി കേട്ടോ, ഒരു 3 വയസ്സൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വരുന്ന വരെയുള്ളൊരു ഇറക്കം ഞാൻ എടുത്തിട്ടുള്ളൂ. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അധികം ഷേപ്പ് ഉണ്ടാവില്ല, ചെസ്റ്റും ഷേപ്പും ഒക്കെ അവർക്കൊരു വണ്ണായിരിക്കും, വയറായിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുക അല്ലേ. ഏതായാലും ആ ഒരു ഭാഗം വരെ എടുത്തു. ഫുൾ ലെങ്ത്തേക്ക് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടുക, പ്ലസ് 1.5 ഇഞ്ച്, അപ്പോൾ 9.5 ഇഞ്ച് അല്ലേ. അപ്പോൾ അതാണ് 8 ഇഞ്ച്. പിന്നെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഈ കൈക്കുയിൻ്റെ അവിടെ അങ്ങോട്ട് ടേപ്പ് ബാക്ക് കൂടെ ഇട്ട് ഫ്രണ്ട് കൂടെ അങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നതിനാണ് ചെസ്റ്റ് എന്ന് പറയുക. ആ കുട്ടീൻ്റെ മേലിൽ നിന്ന് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ചെസ്റ്റ് 16 ഇഞ്ച് അല്ലേ. ഇതാ ഇങ്ങനെയാണ് കാണിച്ചൊന്നു, ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ ആ 16നെ നമ്മൾ 4 ഭാഗമാക്കണം. ബാക്കത്തെ 2 വശമാക്കും, ഫ്രണ്ടത്തേന് 2 വശം, അങ്ങനെ 4 വശമായിട്ടാണ് നമ്മൾ ഡ്രസ്സ് മടക്കി വെക്കുക, തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിനെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 16/4 സമം 4 4 16 എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ 4 പ്ലസ് 2 ഇഞ്ച് സമം 6 ഇഞ്ച്. അതായത് ചെസ്റ്റ് 4 ബാക്കിയ 2 ഇഞ്ചാണ് കൂട്ടുന്നതെന്ന് അർത്ഥം. ഇറക്കത്തേക്ക് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ളൂ. വണ്ണത്തേക്ക് കാരണം ചെസ്റ്റ് 2 ഇഞ്ച് കൂട്ടണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈറ്റ് ആവരുത് അല്ലേ, പൊട്ടി പോകരുത് എന്നൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ ഇത്തിരി തയ്യൽ തുമ്പ് വേണം, അല്ല ഉള്ളിൽ ഇത്തിരി വേണ്ടി വരും ആവശ്യമുണ്ടെങ്കിൽ വണ്ണം കൂട്ടാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ വേസ്റ്റ് വിടുത്ത് എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗമാണ് കേട്ടോ കുട്ടീൻ്റെ. നമ്മളെവിടെ വരെ ഇറക്കെടുത്ത് വെച്ചാൽ അവിടുത്തെ വണ്ണം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അളന്ന് നോക്കുക. അതാണ് 14. അപ്പോൾ 14 നമ്മൾ 4 ഭാഗക്കണം. 14/4 അപ്പോൾ 3.5 ആണ്. അതേക്കും 2 ഇഞ്ച് കൂട്ട്. അപ്പോൾ ടേപ്പിൽ എങ്ങനെ 4 ഭാഗമാക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നോർമൽ ബോട്ടം അതിൽ നമ്മൾ ഹിപ്പ് റൗണ്ടൊക്കെ എടുത്തിട്ട് 4 ഭാഗമാക്കുമ്പോൾ എങ്ങനെ നമ്മൾ മനസ്സിലെങ്ങനെ കണക്കൂട്ടുമ്പോൾ അധികം പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ എങ്ങനെ നമുക്ക് ടേപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവർ അത് ആ വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. വീണ്ടും അതന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയുന്നവർക്ക് ഇത്തിരി ചെടപ്പാവൂലേ, വെറുപ്പാവൂലേ, അറിയുന്നവർക്കത് ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നീട് നമുക്ക് ആം ഹോള്, അതായത് റിഗാളെന്നും പറയട്ടോ. ആം ഹോൾ ഏതാ ഭാഗം? ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കത്തെ ഷോൾഡറും മുന്നത്തെ ഷോൾഡറുമാണ് ഇവിടെ വരുന്നില്ല. അപ്പോൾ മൊത്തം കൈക്കുയി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ബാക്ക് കൂടി ഇങ്ങനെ അളന്നിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നോക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് 8 ഇഞ്ച്. അപ്പോൾ ആ 8 ഇഞ്ചിനെ നമ്മൾ പകുതിയാക്കിയാൽ മതി, 4 ഭാഗമാക്കണ്ട. കാരണം ഇവിടെ ഒരു കൈയും ഇവിടെ ഒരു കൈയും അങ്ങനെ വേറെ ആണല്ലേ. അപ്പോൾ ഓരോന്ന് ചെയ്യണോണ്ട് 2 ഭാഗമാക്കിയത് 8/2. അപ്പോൾ 4. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഷോൾഡർ 7.5 എന്ന് പറയുന്നത് ഇവിടുന്ന് ബാക്കിൽ നമ്മൾ ഷോൾഡർ അളക്കുക, ഫ്രണ്ട് കൂടി അളക്കില്ല, ബാക്കിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ ബാഗ് കൂടി ഇങ്ങനെ ഒരു ഷോൾഡറിൻ്റെ അറ്റത്തുനിന്ന് ഒരു കൈയിൻ്റെ ഇവിടെയുള്ള ആ ഒരു എല്ലിൻ്റെ അല്ലേ ആ ഭാഗം വരെ ഇങ്ങനെ അളക്കും. അപ്പോൾ അതാണ് ഒറ്റ ഇത് ഇങ്ങനെ അളന്നാൽ മതി, ഇങ്ങനെ റൗണ്ട് ചെയ്യണ്ട. ഇങ്ങനെ അളന്ന് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് 7.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാക്കിയാൽ മതി. 3.25 ഉണ്ടാവും. അതിൽ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 4.25 അല്ലേ. ഒരു 4 ഇഞ്ച് ഇട്ട് കൊടുക്കുക തയ്യൽ തുമ്പടക്കം. അപ്പോൾ ഷോൾഡർ 7.5 അതിന് പകുതിയാക്കി. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 4 ഇഞ്ച് ഇട്ട് കൊടുത്തു. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് മുൻകഴുത്തിൻ്റെ ഇറക്കം ബാക്ക് കഴുത്തിൻ്റെ ഇറക്കമൊക്കെ ഷെമ്മിയിൽ രണ്ടും ഒരുപോലെ ചെയ്യും. ഫ്രോക്കിലും ചിലപ്പോൾ രണ്ടും ഒരുപോലെ ചെയ്യാം. അപ്പോൾ ഓരോന്ന് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെക്ക് നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതിൽ 3.5 എടുത്തിട്ടുണ്ട്, ബാക്ക് 3 എടുത്തിട്ടുണ്ട്.
നെക്ക് വിടുത്ത്, അതായത് കഴുത്തിൻ്റെ അകലം 1.5 ഇഞ്ച്. അപ്പോൾ ഇനി അതെല്ലാം കട്ട് ചെയ്യേണ്ടി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ നല്ല നീളമുള്ള ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ കട്ട് ചെയ്യണത് പേപ്പറിൽ തന്നെയാണ്. തുണിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ മൊത്തത്തിൽ നമുക്കൊരു തുണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ മടക്കിയിട്ട് 4 ആക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കാം, ഉണ്ടല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ഇറക്കമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ എനിക്കിതിൽ ഇങ്ങനെ ഇറക്കം കിട്ടും, ഇങ്ങനെ മൊത്തത്തിൽ ഇറക്കം കിട്ടുള്ളൂ. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ കിട്ടൂല. അതേപോലെ മൊത്തം തുണി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട്, ഇപ്പോൾ ഈ ഒരു മടക്കിയിട്ടുള്ള ഇത് ചെസ്റ്റിൻ്റെ, ഈ ഒരു ചെസ്റ്റിൻ്റെ വണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഈ ലെങ്ത്ത് കണക്കാക്കിയിട്ട് പിന്നെ ഇങ്ങനെ മടക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്കിങ്ങനെ മടക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ മടക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടോ ഒരാളെ വണ്ണം ഇങ്ങോട്ട് മടക്കി പിന്നെ ബാക്കിലേക്ക് മടക്കി വീണ്ടും ഇങ്ങോട്ട് മടക്കി, അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോഴും കണ്ടില്ലേ, ഇങ്ങനെ കൂടി നിൽക്കണ ആ ഒരു ഭാഗമാണ്. ഇവിടെ 4 ഭാഗവും ഓപ്പണാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാ പാൻറ്റിൽ പറഞ്ഞ അതേ പ്രശ്നങ്ങളൊക്കെ ഇതിലും സംഭവിക്കും. അപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കണതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കണ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ ആവാൻ ശ്രദ്ധിക്കണം. മടക്കി കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ വണ്ണം കിട്ടുമെന്നുള്ളത് ഞാൻ ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഷെമ്മി ആയതുകൊണ്ട് കൂടുതൽ വണ്ണമുള്ള ഭാഗം ഈ ഒരു ചെസ്റ്റ് ഭാഗമാണ് അല്ലേ. ഇവിടെ വീതി കുറവാണ്. പക്ഷേ ടോപ്പാണെങ്കിലോ ഈ ചെസ്റ്റിനേക്കാളും വീതി ഉണ്ടായിരിക്കും അടിഭാഗം. അപ്പോൾ നമ്മൾ വീതി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് 6 ഇഞ്ച് ഉണ്ടായാൽ മതി. 6 ഇഞ്ച് ഇത് കിട്ടൂല. കണ്ടോ, ചെസ്റ്റ് ഇത് 4.5 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെസ്റ്റ് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ മടക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ നിർത്തിയിട്ട് ഞാൻ ചെസ്റ്റ് 6 ഇഞ്ചിൽ ഞാൻ ആ തുണി മൊത്തം നിർത്തി വെച്ചു. കണ്ടില്ലേ, അങ്ങനെ നിർത്തി വെച്ചിട്ട് ചെസ്റ്റ് 6 ഇഞ്ച് എന്നുള്ളതാ ഇവിടെ നിന്ന് തൊട്ടിട്ട് 6 ഇഞ്ച് കണ്ടില്ലേ, ഇതാ ഈ ഒരു അളവിൽ ഞാൻ ആ തുണി മടക്കി വെച്ച് 6 ഇഞ്ച് മടക്കി. അപ്പോൾ എനിക്ക് ഒരു ഭാഗമേ ആയിട്ടുള്ളൂ അല്ലേ, എനിക്കൊരു വശം കൂടി ഇനി കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പീസ് ഇങ്ങോട്ട് എത്രയും വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഇതിനെ ഇങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. നമ്മൾ ഫായസ്മാൻ പറഞ്ഞ പോലെ ചിലവരത് റെഡിയാവും ചിലവരത് റെഡിയാവില്ല എന്നാണ് അധികം ആൾക്കാർ ഇങ്ങനെ കാണിച്ചെടുത്താൽ തന്നെ വെട്ടിയിട്ട് പറയും. കാരണം അത്രയും കോളായിട്ടുണ്ടാവും, ചിലപ്പം 2 പീസ് ഉള്ളത് 4 പീസായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പേപ്പറിൽ തന്നെ ചെയ്ത് നോക്കുക, റെഡിയാവും. റെഡി ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് വീണ്ടും ചെയ്യാമല്ലോ. തുണിയാകുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയില്ല എന്നൊക്കെ വരും. ഓക്കെ, അതിങ്ങനെ കറക്റ്റ് ആക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വേറെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിൽ എനിക്ക് ഏറൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ മൊത്തം തുണീനെ ഇങ്ങനെ പകുതിയാക്കിയിട്ട് മൊത്തം പേപ്പറിനെ മൊത്തമായിട്ട് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഒരു വശത്തിന് ഇങ്ങോട്ടും ഒരു വശത്തിന് അങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് മടക്കിയാലും എനിക്ക് ആ ഒരു സംഭവം കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അളവ് കറക്റ്റാക്കിയിട്ട് എങ്ങനെ തുണി കട്ട് ചെയ്തെടുക്കാം, ഒരു വലിയ പീസൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വെച്ചെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി സെൻറ്ററിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ബാക്കി ഭാഗം മൊത്തം നഷ്ടമായി വരും അല്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ടൊക്കെ പറയുമ്പം അത്യാവശ്യം അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ചെറുപ്പമായിരിക്കും, സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. പക്ഷേ പഠിക്കാത്ത അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ, ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ പകുതിയാക്കിയിട്ട് 4 ഇഞ്ച് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ 4 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ മുകൾ വശം ഇവിടെ അടിവശമായിട്ട് ഞാൻ ചെയ്യണത് ഷോൾഡർ 4. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആം ഹോൾ അല്ലേ. ആം ഹോള് അതായത് റിഗാൾ, ആ ഷോൾഡർ ഇവിടെ നിന്നാണോ വരച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കണം കേട്ടോ ആം ഹോൾ വരയ്ക്കുക. ആം ഹോൾ വരച്ചത് ഇവിടെ വരെയാണ് അല്ലേ. അപ്പോൾ അതിൽ നേരെ നോക്കിയിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്താം കേട്ടോ. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെ വരെ നേരെ വരച്ചു കൊടുക്കുക. 6 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനിങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആം ഹോൾ കർവ് വേണം അങ്ങനെയൊന്നുമില്ല, നമ്മളതിനെ മാക്സിമം ഇങ്ങനെ കുഴിച്ചിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വേസ്റ്റ് വിടുത്താണ്. വേസ്റ്റ് വിടുത്ത് 14ൻ്റെ പകുതിയാക്കിയിട്ട് നമ്മൾ പറഞ്ഞു 3.5. 4 ഭാഗമാക്കിയിട്ട് 3.5 കിട്ടിയിട്ട് 2 ഇഞ്ച് കൂട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടത്തേക്കാളും 1 ഇഞ്ച് കുറച്ചാലും മതി. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 5 ഇഞ്ച് കൊടുക്കാം. 5.5 ഇഞ്ച് ഉണ്ട്. 3.5ക്ക് 2 ഇഞ്ച് കൂട്ടി 5.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് ഹോളിൻ്റെ ആ ഒരു കറവൊന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് വരയ്ക്കണം കേട്ടോ. ഇതാ നേരെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യണത് നെക്ക് വിടുത്ത്, നെക്ക് ലെങ്ത്ത്. അപ്പോൾ നെക്ക് വിടുത്ത് ഞാൻ പറഞ്ഞത് 1.5 ഇഞ്ചായിരുന്നു. ആ 1.5 ഇഞ്ച് നമ്മൾ ഈ ഷോൾഡർ ഇവിടെ നിങ്ങൾ എടുത്തില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ പലരും ചെയ്യും ഈ നെക്ക് വിടുത്തെടുത്ത് പിന്നെ ഷോൾഡർ എടുക്കും. അങ്ങനെയല്ല, മൊത്തത്തിൽ ഷോൾഡറൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി 3.5 ഇഞ്ചും 3 ഇഞ്ചും ആണ് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഒന്നിച്ച് ഇതിൽ തന്നെ അടയാളപ്പെടുത്തും കേട്ടോ. ഇതാ 3.5 ഇഞ്ചിൽ ഫസ്റ്റത്തെ വരച്ചു, 3 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തി. അപ്പം അത് രണ്ടും ഒന്നിച്ച് വരയ്ക്കണം. ഇത് 3.5 ഇഞ്ചിൻ്റെ നെക്ക്, ഇത് 3 ഇഞ്ചിൻ്റെ നെക്ക്. ഇപ്പോൾ രണ്ടും ഇപ്പോൾ ചതുരത്തിലാണ് വരച്ചിട്ടുള്ളത്. ഞാൻ രണ്ടിനും ഞാൻ റൗണ്ട് ചെയ്ത് വരയ്ക്കണം. കണ്ടല്ലോ, ഇത്രയാണ് വരയ്ക്കാനുണ്ടാവുക കേട്ടോ. പേപ്പർ കട്ട് ചെയ്യണത് നമ്മൾ തുണി കട്ട് ചെയ്യണ കത്രികനോടാവരുത് കേട്ടോ. പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൂർച്ചം കുറയും. അപ്പോൾ ഞാൻ ഈ ബാക്ക് നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്യണം കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ 4 പീസിനെയും പിടിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ഇതിൽ മാറിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം മാത്രം പൊക്കി. അതിനാണ് നമ്മൾ ഇങ്ങനെ മടക്കിയത് കേട്ടോ. 2 മടക്ക് വരണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് മാത്രം എടുത്തിട്ട് അത് മാത്രം കട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മടക്കാനുള്ളൊരു കാരണം. അപ്പോൾ നെക്ക് കട്ടിങ് കഴിഞ്ഞു. ഹോള് പേപ്പർ ആയതുകൊണ്ട് കേട്ടോ ഞാൻ തുണി വെച്ചെടുത്ത് എടുക്കാൻ പറ്റില്ല. തുണിയാണെങ്കിൽ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന രീതിക്കൊക്കെ നമുക്ക് എടുത്ത് കൊണ്ടുപോകാം. കണ്ടല്ലോ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തു. ഇനി നമുക്ക് അടിയിലേക്ക് നേരെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഹാഫ് ഷമ്മി അല്ലെങ്കിൽ ബോഡി പാർട്ട് അല്ലെങ്കിൽ യോക്ക് പാർട്ട് എന്നൊക്കെ പറഞ്ഞ ഭാഗം. ഇനി ഞാൻ ഇതിൻ്റെ വെറൈറ്റി നെക്കുകളും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സംഭവങ്ങൾ. എല്ലാവരും ചെയ്തു നോക്കണം. വീട്ടിലുള്ള മറ്റു കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഒക്കെ അളവുകൾ എടുത്തിട്ട് മാറി മാറി ഓരോന്നും ചെയ്തു നോക്കുക. അങ്ങനെ തന്നെ ഓരോന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് പിന്നീട് ഞാൻ വരാം. ഓക്കെ, ബൈ.